ഓക്കെ ഹലോ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിയറ്റ്നാമിലെ ബാണ ഹിൽസിലാണ്. ബാണ ഹിൽസിലെ കാഴ്ചകളായിരിക്കും ഇനി ഒരു 2-3 എപ്പിസോഡായിട്ട് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. ബാണ ഹിൽസ് അപ്പോൾ വിയറ്റ്നാമിലാണ്. നമ്മൾ വിയറ്റ്നാം വ്ളോഗ്സാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാണ ഹിൽസിൻ്റെ ഒരു എൻട്രി പോയിൻ്റായിട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക QR കോഡും കാര്യങ്ങളൊക്കെ റെഡീം ചെയ്ത് നമ്മൾ ബാണ ഹിൽസിലോട്ട് പോകുന്ന കേബിൾ കാർ നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. നല്ല രക്ഷമുണ്ട്. കാരണം നമുക്കറിയായിരുന്നു ഓൾറെഡി നമ്മൾ വിയറ്റ്നാമിൽ വന്ന് പല ഫ്രണ്ട്സിനെ ആയിട്ട് പരിചയപ്പെട്ടപ്പോഴും നമ്മൾ ഇവരെ ഗ്രൂപ്പ് പാക്കേജൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഇട്ട് പോയപ്പോഴും നമ്മൾ കണ്ടു. അവർ പറഞ്ഞു നമ്മുടെ അടുത്ത് ബാണ ഹിൽസിൽ ആസ് സൂൺ ആസ് പോസിബിൾ എയർലി നിങ്ങൾ എത്തുമ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഒരു 9 o'clock 10 o'clock ആകുമ്പോഴേക്കും ഭയങ്കര റഷാകും. അത് കറക്റ്റ്. കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. കാരണം നമ്മൾ ഗ്രൂപ്പ് വഴി ബുക്ക് ചെയ്ത ഈ ആപ്ലിക്കേഷൻ നമുക്ക് അവരുടെ പിക്കപ്പ് സമയം ഏകദേശം ഒരു 9 o'clock ആയിരുന്നു. സോ നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം 9:30 അടുത്തായി. അപ്പോൾ ഇനി ബാണ ഹിൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡനാങ്ങിൽ നിന്ന് ഏകദേശം ഡനാങ് സിറ്റി നമ്മൾ മൈക്കേ ബീച്ചിലാൻ്റെ അടുത്ത് താമസിക്കുന്നത്. അവിടുന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ബാണ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 ഉയരത്തിലാണ് ബാണ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബാണ ഹിൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകപ്രശസ്തമായ ഗോൾഡൻ ബ്രിഡ്ജ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും, അല്ലെങ്കിൽ റീൽസിലൊക്കെ കണ്ടു കാണും. രണ്ട് ഭീമൻ കൈകൾ പിടിച്ചുകൊണ്ട് ഒരു പാലം നിൽക്കുന്ന ഒരു മൊത്തം എന്താ പറയുക ഫുള്ളായിട്ട് ഒരു ഗോൾഡ് കവർ ചെയ്ത പോലത്തെ കൈകൾ കൊണ്ടുള്ളൊരു പാലം. അത് ഈ ബാണ ഹിൽസിലാണ്. അത് കൂടാണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയതും ഉയരം കൂടിയതുമായ കേബിൾ കാർ യാത്ര, അതും ഈ വിയറ്റ്നാമിലെ ഈ നമ്മളുടെ ഇപ്പം പോകുന്ന കേബിൾ കാറിന് വേണ്ടി നമ്മൾ പോകുക. അവിടെ നിന്നുള്ള ഈ ബാണ ഹിൽസിലേക്കുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് വില്ലേജിലേക്കുള്ള കേബിൾ കാർ യാത്രയാണ് ഏറ്റവും വലുത്. പിന്നെ അത് കൂടാണ്ട് കുട്ടികൾക്കുള്ള ഫാൻറ്റസി പാർക്ക്, ഗാർഡൻ, തീം പാർക്ക്, അങ്ങനെ അത്യധികം എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് കണ്ടു കാണാൻ പറ്റുന്ന കാഴ്ചകളൊന്നും അല്ല ഈ വിയറ്റ്നാമിലെ ബാണ ഹിൽസിലും ഫ്രഞ്ച് വില്ലേജിലൊക്കെ ഉള്ളത്. ഫ്രീ ബിയർ കൂപ്പൺസ് നമുക്ക് കിട്ടും. അതെല്ലാവരും താഴത്ത് തന്നെ കളക്ട് ചെയ്തിട്ട് പോവുക. ഒരു 2 cups ഓഫ് ബിയർ നമുക്ക് ഫ്രഞ്ച് വില്ലേജിൽ നിന്ന് കിട്ടുക. അതിൻ്റെ കൂപ്പൺസും കൂടി നമ്മൾ റിഡീം ചെയ്തിട്ട് വേണം വാങ്ങിയിട്ട് വേണം നമ്മൾ മുകളിലൊക്കെ എൻട്രി പോയിന്റിലേക്ക് പോകാനായിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്ത ഈ പാക്കേജ് അത് നമ്മൾ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും എൻ്റേത് മാത്രം റീഡാകുന്നുണ്ടെന്നുള്ളൂ, വൈഫിൻ്റെ റീഡാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അവിടെ ഉണ്ടായത്. പക്ഷേ അത് വേറൊരു കുട്ടി വന്ന് നോക്കപ്പെട്ട ശരിയാക്കി തന്നു കേട്ടോ. സ്മൂത്തായിരുന്നു കാര്യങ്ങളൊക്കെ. ഒരു 1 minute ഡിലേ ഉണ്ടായത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും കാശിയാണ് ഹൈലൈറ്റ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ ഒരു ഇന്ത്യ എന്ന് ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഫിഗർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഇവിടെ നിന്ന് മാത്രമല്ല പല സ്ഥലത്തും നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അവർക്ക് ഭയങ്കര ഇഷ്ടം. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ്. എന്നാൽ കാശിയെ അറിയാറ്, കാശിയെ അത്രക്ക് ഫ്രണ്ട്ലി അല്ല. കുറച്ച് അടുത്ത് അറിയാവുന്ന ആൾക്കാരോട് ഭയങ്കര ഫ്രണ്ട്ലി ആവും. എങ്കിലും
ബാക്കി കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടാകുമ്പോൾ ഇടവഴി കഴിഞ്ഞ് കുറച്ച് ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞ് മാത്രമേ ആൾ ഫ്രണ്ട്ലി ആവുള്ളൂ. അത് കാരണം ഫോട്ടോയ്ക്ക് ആർക്കും പോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേബിൾ കാർ യാത്ര. ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഭയങ്കര മനോഹരമാണ്. നിങ്ങൾ തന്നെ വിചാരിക്കണം, നമുക്ക് തൊട്ടടുത്ത് കിടക്കുവാണ് വിയറ്റ്നാം. അപ്പോൾ ഭയങ്കര ചിലവ് ചുരുക്കി വന്ന് കാണാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. സോ ലോകത്തിലെ ഏറ്റവും തന്നെ നീളം കൂടി ഒരു കേബിൾ കാർ യാത്ര ഉണ്ടായിട്ട് നമ്മൾ വന്ന് കാണാതിരിക്കുന്നത് ഒരു ഡിസപ്പോയിൻ്റാണ്. സോ എല്ലാവരും വരാൻ ശ്രമിക്കുക. തൊപ്പി വെക്കല്ലെന്ന് പറഞ്ഞു. ജലദോഷം ഉള്ളതുകൊണ്ടാണ്. புரியல எப்படி சொல்றீங்க? Makila look here. One more. உள்ளூர் மட்டும் இல்ல, வெரி கோல்னு அனுப்பினா അപ്പോൾ ഇനി വിയറ്റ്നാമിൻ്റെ ഈ ഫ്രഞ്ച് വില്ലേജിനെ കുറിച്ച് കൂടി നിങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് പറയട്ടെ. വിയറ്റ്നാം ഫ്രഞ്ച് കോളനി, അതായത് ഫ്രഞ്ചുകാരായിട്ട് വിയറ്റ്നാമിൽ ഭയങ്കര വലിയൊരു സൗഹൃദ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഞ്ചുകാർ 1858 1954 വിയറ്റ്നാമിൽ ഭയങ്കര സ്വാധീനമുള്ള സമയമായിരുന്നു. ആ സമയത്താണ് ഈ ഫ്രഞ്ച് കോളനി ഇവർ ഇവിടെ പണി കഴിപ്പിച്ചത്. 5 കൊട്ടാരങ്ങളാണുള്ളത്. അതിൻ്റെ കൂടെ ദേവാലയങ്ങൾ, കെട്ടിടങ്ങൾ എല്ലാം അങ്ങനെ പണിതിട്ട്. അതൊക്കെ അതുകൂടാണ്ട് ഫ്രാൻസിലെ ഒരു പഴയ പട്ടണത്തിൻ്റെ അനുഭവം തരുന്ന യൂറോപ്യൻ സ്റ്റൈൽ വീടുകളാണ്, റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഇവിടെ പണി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ മലയുടെ മുകളിൽ ഇത്രയും ഉയരത്തിലാണ് ഇത്രയും വലിയ ഒരു നിർമ്മിതി പണികഴിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത് അത് കണ്ടു തന്നെ ഒരു കാഴ്ചയാണ്. ക്ലൂക്ക് വഴി ഏകദേശം 4250 രൂപ ഇൻക്ലൂഡിങ് ഫുഡ് നമുക്ക് ഈ പാക്കേജ് കിട്ടിയിരിക്കുന്ന പെർ പേഴ്സൺ. കാശിക്ക് ടിക്കറ്റ് വേണ്ട. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റ് വേണ്ട. അവിടെ തന്നെ വലിയൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുകൂടാണ്ട് തന്നെ മൾട്ടിനാഷണൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ എല്ലായിടത്തും നമുക്ക് ബൊഫേ ആയിട്ട് ഫുഡ് കഴിക്കാം. ആവശ്യമുള്ളത്രയും ഫുഡ് കഴിക്കാം. സോ ഇനി കാഴ്ചകൾ നിങ്ങൾ കാണുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ആ വീഡിയോസ് നമ്മൾ പോകുന്ന സ്ഥലത്ത് ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രം എന്നാൽ കഴിയാവുന്നതും അത് തരാൻ ശ്രമിക്കാറുള്ളൂ. ബാക്കി കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടു തന്നെ ആസ്വദിക്കുക. അപ്പോൾ ഫ്രഞ്ച് വില്ലേജിലെ കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ്. അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. അതുവരെ വീഡിയോ കാണുക, ആസ്വദിക്കുക. എന്തെങ്കിലും കുറച്ചുകൂടി വീഡിയോയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാറ്റം വരുത്താനുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റിൽ ദയവായി രേഖപ്പെടുത്തുക. സോ വീണ്ടും കാണുന്നവരെ ബൈ. பின்னாடி அப்படியே சன்னோட ஸ்கையோட அப்படியே சாமியா இருக்கீங்க. ஃபேமிலி போட் ഈ സട്ടി കെട്ടി നല്ല இருக்கு. இல்லட்டி இப்படி எடுங்க. அப்பதான் பேபி நல்லா ஓகே தான். உங்க பேஸ் பாதி தான் தெரியுது. பேபி தான மார்ஷஸ். ஏனா குண்டா இருக்குல அத ரிலாக்ஸ் ஆயிடு. பேபி வெரி தான் காசி. பேபி பாதி அப்படியே கொடுத்துருக்காங்க. பேபி ஐபோன் அதான் பிரச்சனை.
எனக்கு எடுத்து கொடுக்குறேன் அதுவும் 60 இல்ல ஆக்சுவலி எல்லாமே ஒரே இல்ல கிரவுட் நல்லா எல்லாமே எல்லாமே யூஸ் பண்ணுவாங்க சிலது எம்டியா தானே வருது இதெல்லாம் இடிஞ்சு போனோம் பவர் ஒட்டஞ்சு இதுதான் பானா ஹோட்டல் எங்க இடிஞ்சு போன ஹோட்டல் ஆக்சுவலி பானா ஹில்ஸ்ல ஹோட்டல் புக் பண்ணா நைட் எக்ஸஸ் இருக்கு இவங்க போன் நல்லா இருக்கு ஃபோன் நல்லா இருக்காது நம்ம தண்ணி அடிச்சு எடுக்கிறதுக்கு ஆப்பர்ச்சுனிட்டி கிடைக்கும் 5 மணிக்கு போலாம் 5 மணிக்கு ஆள் இருக்காது அதான் அந்த சொன்னாங்க மேபி இப்ப எங்க கடிக்கிறோம் கேப்ல நின்றுவோம்